അത് ഈ ജഡ്ജ് ചെയ്യുന്നതും ആസ്വദിക്കുന്നതായിട്ട് വലിയ വ്യത്യാസമുണ്ട്. വിദേശത്തൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തന്നാൽ എൻജോയ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞ് നമ്മൾ എൻജോയ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എല്ലാ സാധനവും വളരെ ജഡ്ജ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഇൻ്റർവ്യൂ, ഞങ്ങളെല്ലാവരും ഈ പടത്തിൻ്റെ പ്രൊമോഷൻ ഇൻ്റർവ്യൂ ചെയ്തല്ലോ. ഞങ്ങൾ 4-5 സുഹൃത്തുക്കളാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത്. ഞാൻ ഇതിൻ്റെ ചില ഇൻ്റർവ്യൂ ഒക്കെ ലിങ്ക് കിട്ടി ഇങ്ങനെ കമൻറ്റൊക്കെ വായിച്ചു നോക്കുമ്പോൾ ചില ആൾക്കാർ ഈ ധ്യാൻ അത് പറഞ്ഞത് പിഷാരടിക്ക് ഇഷ്ടപ്പെട്ടില്ല, മറ്റവൻ ഇവൻ്റെ ഈ സമയം എത്രയും അജു വർഗീസ് അങ്ങോട്ട് നോക്കിയിരുന്നത് നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചു. ഇതൊന്നുമില്ല. ഇതൊക്കെ ഇവർ പേഴ്സണലായി എടുത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആ സമയത്തെ മാനസിക നില എന്തായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ഒരു വിദ്വേഷം മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്തതെന്നൊക്കെ ഓവർ തിങ്ക് ചെയ്ത് കഥകൾ മെനഞ്ഞ് കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ. അവിടെ ഇതിനെ എന്ത് രസമായിട്ട് കണ്ട് ചിരിച്ച് മറക്കാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു ഇൻ്റർവ്യൂ അല്ല, അതൊരു ഇനം ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തൊന്നുമല്ലോ. ഞാൻ പണ്ടൊക്കെ ഞാൻ ഇന്നലെ ധ്യാനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് നല്ലതാന്ന് പറയുന്ന ആൾക്കാരുണ്ട്, TV ഷോ കണ്ടിട്ടുണ്ട്, സിനിമ കണ്ടിട്ട് പറയുന്നുണ്ട്, ഇന്റർവ്യൂ കണ്ടിരുന്നു നന്നായിരുന്നു എന്നൊക്കെ ചിലർ പറഞ്ഞു. അതൊരു ഐറ്റം പോലെയായി. ഒരു ഐറ്റം നമ്മൾ ചെയ്ത പോലെ അറിഞ്ഞില്ല. എനിക്കിതറിയില്ലല്ലോ. ഞാൻ ഇടക്കാലത്ത് ഈ ക്യാപ്ഷൻ ഇടുമല്ലോ, ഞാൻ നല്ല ക്യാപ്ഷനുകൾ ഇടുമായിരുന്നു. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴേ, ചേട്ടാ ഇന്നത്തെ ക്യാപ്ഷൻ ഏറ്റില്ലെന്നൊരു കമന്റ്. ഇത് ഞാൻ വെറുതെ ഫോട്ടോ എടുത്ത് ഒരു ക്യാപ്ഷൻ അല്ല, ഇത് കൊടുക്കുന്നതല്ല. അതെനിക്ക് പെട്ടെന്ന് കിട്ടല്ലേ, ഒരു ദിവസം നിന്റെ ക്യാപ്ഷൻ ഇടണം. എനിക്കൊരു 10 വയസ്സ് പ്രണയമില്ലാത്ത കാര്യം എനിക്കറിയാലോ, നല്ല ക്യാപ്ഷൻ. ദേഷ്യം വേണ്ട, ചിരിക്കുന്നെങ്കിൽ ഒരു ചിരി വന്നിട്ട് കഴിയുമ്പം ഇന്നത്തെ ക്യാപ്ഷൻ അത്ര ഏറ്റില്ലെന്നൊരു കമന്റ് ഒന്നും പറ്റി. ഇതൊക്കെ ജഡ്ജ് ചെയ്യാണ്. ഇതവൻ റിവ്യൂ പറയാൻ തുടങ്ങി എന്റെ ക്യാപ്ഷന്. ഇതിന്റെയൊക്കെ റിവ്യൂ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മൾ പിറ്റേ ദിവസം ശ്രദ്ധിക്കും ക്യാപ്ഷൻ ഇടുന്ന സമയത്ത്. ഞാൻ നിർത്തി. എനിക്ക് ജഡ്ജ്മെന്റിന് എന്താ കാര്യം, ഞാൻ ഫോട്ടോ എടുക്കില്ല. പക്ഷെ എനിക്ക് നിർത്താൻ പറ്റണില്ല. എനിക്ക് എന്റെ പ്രശ്നം അറിയാമോ, ഈ ഇന്റർവ്യൂ രസമില്ല, ഇത് ചിരിക്കാനൊന്നും ഇല്ലെന്നോ, എനിക്ക് ടെൻഷനാ. പിന്നെ പിറ്റത്തെ നന്നാക്കണല്ലോ. അത് നന്നാക്കാം. പക്ഷെ നിങ്ങൾ ഇനി ജീവ എന്തായാലും സംസാരിച്ചില്ലെങ്കിൽ ജീവ റെസ്റ്റ്ലെസ് ആയി തുടങ്ങി. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ഇവര് ശാരദ ചേട്ടൻ, അജു ചേട്ടൻ, ധ്യാൻ ചേട്ടൻ ഇവരെ കുറെ നാളുകളായിട്ടുള്ള സുഹൃത്തുക്കളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇവരുടെ ഇടയ്ക്ക് ആ ഇന്റർവ്യൂവിന്റെ അകത്ത് ഞാനും പോയി പെട്ടു. അപ്പൊ ഞാനും ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ എന്തെങ്കിലും പറയാ, ഇവരുടെ ചിരി കണ്ട് ആസ്വദിക്കാന്ന് പറഞ്ഞപ്പോ എനിക്കും കിട്ടി. ഇവൻ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ നോക്കുവാന്ന്. അപ്പൊ ഞാൻ പിന്നെ നിങ്ങൾ സംസാരിച്ചോട്ടെ, എനിക്ക് അത്ര അങ്ങനെ തോന്നിയോണ്ടാ നിന്നോട് മൈക്ക് തരാൻ ഞാൻ പറഞ്ഞത്. അല്ല, ഓരോ കാര്യം ഒരു ആവശ്യമില്ലാതെ ജഡ്ജ് ചെയ്യുന്ന ഉണ്ട്. വളരെ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ വളരെ രസകരമായിട്ട് കണ്ട് കൊള്ളാലോ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ വല്ലാണ്ട് ചിന്തിച്ച് കാട് കയറുന്നുണ്ട്. പിന്നെ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ അത് കളിയാക്കലാണോ എന്ന് തോന്നും. ഈ പറഞ്ഞ പോലെ വയലൻസ് കുറച്ച് അധികമാണെങ്കിൽ കഴിഞ്ഞാൽ ആൾക്കാരെ എത്ര ആൾക്കാർ സിനിമ കണ്ട് ഞാൻ നന്നായി പുറത്ത് പോയി ജോലി ചെയ്ത് കുടുംബം നോക്കാന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെന്ന് എത്ര ആൾക്കാരങ്ങനെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ആരും അതിനെപ്പറ്റി പറയുന്നില്ല. എല്ലാവർക്കും ഒരു കാര്യത്തിന്റെ മോശം പിന്നെ കാര്യങ്ങൾ പൊക്കിപ്പിടിച്ച് ഇത് കൊള്ളത്തില്ല, അത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നല്ല ഗുണങ്ങൾ ഒരുപാടുണ്ട്, അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല. പിന്നെ നല്ലത് വിശ്വസിക്കാതെയായി. അതായത് ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ, അതായത് ഒരുത്തം പോയി ഒരു 10 പേരെ ഇടിച്ചിടുന്നത് വിശ്വസിക്കുന്ന അത്ര പോലും ഒരുത്തം പോയി 10 പേർ കൂടെ മേടിച്ചു കൊടുക്കുന്ന സിനിമയെ വിശ്വസിക്കുകയല്ല. ഇല്ല, അവനെ നന്മ മരുന്നൊക്കെ വിളിച്ച് അവന്റെ ചാറെടുത്തിട്ട് അവനെ പരിപിളകി കളയും. അതെ, ചെയ്യാൻ പറ്റത്തില്ല. ആരോടെങ്കിലും നന്നായിട്ട് പറഞ്ഞാൽ കേറോളിയായി. അങ്ങനെ ഇപ്പൊ ഓളികളുടെ കാലവും ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്തിനേയും കുറ്റം പറഞ്ഞ് ഈസിയാ. പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നല്ലതുണ്ടെങ്കിൽ ഇത് കൊള്ളായിരുന്നു കേട്ടോ, അങ്ങനെ പറയുന്നിടത്താണ് ഇപ്പൊ കുറച്ചുകൂടെ റിലവൻസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എല്ലാവരും പറയുന്ന ഇവരോട് ചോദിച്ചല്ലോ സിനിമാറ്റിക് ആയിട്ടാണ് ഈ കഥ പറഞ്ഞെന്നുള്ളത്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നടന്ന പല കാര്യവും നമുക്ക് സിനിമയായിട്ട് കാണിക്കാൻ പറ്റില്ല. ഇപ്പം ഈ അടുത്ത് വളരെ നമ്മളെല്ലാം ഞെട്ടിപ്പോയ ഒരു കൊലപാതകം, ഒരാൾ 4-5 പേരെ കൊന്നു. സിനിമയിൽ ഇയാള് കാരണമായി പറഞ്ഞ ഒന്നും സിനിമയ്ക്ക് റീസൺ അല്ല. സിനിമയിൽ ഒരു ക്യാരക്ടർ അങ്ങനെ പോയി കൊന്ന ആൾക്കാർ കൂവും. അയ്യേ ഇതെന്ത് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഒരാൾ പോയി കൊല്ലുമോ എന്നൊക്കെ ചോദിക്കും. ലോജിക്ക് നോക്കും. അന്നേരം സമൂഹത്തിൽ നടക്കുന്ന അത്രയും സത്യത്തിൽ ഇപ്പം സിനിമാറ്റിക് ആയിട്ട് ചിന്തിക്കാൻ പറ്റില്ല. കല്യാണം കഴിച്ച ഒരു വരനും വധു ഇറങ്ങി വരുന്നു, ഒരു മരക്കം പൊടിഞ്ഞ് തലേ വീണ് വരൻ മരിച്ചു. നിങ്ങൾ ഈ വാർത്ത പത്രത്തിൽ വായിച്ചാൽ ഒന്നുമില്ല, കല്യാണം കഴിഞ്ഞൊരു പാവം മരം ഒടിഞ്ഞു വീണ് തലേ. ഇത് സിനിമയെ കാണിച്ച ആ സീന് പോവും. ഒപ്പം തന്നെ മരക്കുമ്പോ അവന്റെ തലേ വീണ് പിന്നെ ചോദിക്കും. അപ്പൊ സത്യത്തിൽ സിനിമാറ്റിക് ആക്കുക എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള അത്ര ഇല്ല സിനിമയില്. സമൂഹത്തിനാണ് കുറച്ചുകൂടെ നമുക്ക് വിശ്വസിക്കാനുള്ളത്. സിനിമ വിശ്വസിപ്പിക്കാൻ കൂടുതൽ പാടാണ്. അന്നത്തെ ദിവസം നമ്മൾ എഴുതിയിട്ട് പുള്ളിയുടെ അടുത്ത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. ആ സീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തപ്പോ
പുള്ളി അതിനകത്ത് എന്തൊക്കെ പറയണം വേണ്ട എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പുള്ളി പറയും. അത് അതിനപ്പുറം ഭയങ്കര ഇൻപുട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ല, അങ്ങനെ ഭയങ്കര നിർണായക ഘട്ടമൊന്നും ഈ സിനിമയിൽ അത്തരത്തിലുള്ള വലിയ ഘട്ടങ്ങളൊന്നും ഇല്ല. ഇതിലൊരു നമ്മൾ കോമിക്കലായിട്ടും വളരെ സെറ്റാരിക്കലായിട്ടും പറഞ്ഞു പോകുന്നതുകൊണ്ടും ഈ ഇൻസിഡന്റ് കൃത്യമായിട്ട് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ടും അവിടെ വലിയ കോൺവെർസേഷൻസോ ഡയലോഗുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭാഷണങ്ങളൊന്നും ഇല്ല ആ പുള്ളി വരുന്ന ഏരിയയിൽ പ്രത്യേകിച്ച്. അത് നിങ്ങളല്ലേ പറയണ്ട, വരവാണോ പോക്കാണോ എന്നുള്ളത്. ആ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഭയങ്കര എന്താ പറയുന്ന, ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി. അത് ഡയറക്ടറിനെയും ധ്യാനിനെയും തന്നെയാണ് ഫുൾ ക്രെഡിറ്റ് വന്നത്.